A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Sky Wave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ഫുൾ A+ ആണോ എങ്കിൽ ഞങ്ങളുണ്ട് കൂടെ. റോക്ക്വാൽ മൗണ്ടൻ റിട്രീറ്റ്, കക്കാടംപൊയിൽ, നായാടംപൊയിൽ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏഡൻ ഗാർഡൻ. നിലമ്പൂർ നഗരസഭയിലെ പാത്തിപ്പാറ, മുതിരി, കരിമ്പുഴ ഭാഗങ്ങളിൽ ശുചിമുറി മാലിന്യം തള്ളിയ സംഭവം കുറ്റക്കാർക്കെതിരെ പോലീസും നഗരസഭയും നടപടിയെടുക്കുന്നില്ലെന്ന് ജനകീയ സമിതി. നിലമ്പൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പോലീസിനും നഗരസഭയ്ക്കുമെതിരെ രൂക്ഷ വിമർശനം നടത്തിയത്. നിലമ്പൂർ നഗരസഭയുടെ പാത്തിപ്പാറ, മുതിരി, കരിമ്പുഴ ഡിവിഷൻ പരിധികളിലാണ് കഴിഞ്ഞ ഞായറാഴ്ച ശുചിമുറി മാലിന്യങ്ങൾ തള്ളിയത്. മുതിരിയിലെ കർഷകനായ രാമചന്ദ്രന്റെ പച്ചക്കറിത്തോട്ടത്തിലാണ് മാലിന്യങ്ങൾ തള്ളിയിട്ടുള്ളത്. തിങ്കളാഴ്ച നിലമ്പൂർ പോലീസിലും നഗരസഭ ആരോഗ്യ വിഭാഗത്തിലും പരാതി നൽകി. രാമചന്ദ്രൻ നൽകിയ പരാതിയോടൊപ്പം ശുചിമുറി മാലിന്യം തള്ളിയ വാഹനത്തിന്റെ പടം, മാലിന്യം തള്ളിയ ചന്തക്കുന്നിലെ 2 സ്ഥാപനങ്ങളുടെ പേരുകൾ ഉൾപ്പെടെ നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് ജനകീയ സമിതി ഭാരവാഹികൾ ആരോപിച്ചു. അതിനുശേഷം പോലീസ് സ്റ്റേഷനും മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടു. അതിൽ CCTV ദൃശ്യങ്ങൾ വെച്ച് എവിടെ നിന്നാണോ ഇത് തട്ടിയത്, ഏത് വാഹനത്തിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി നോക്കുന്ന സമയത്ത് CCTV ഒന്നും പ്രവർത്തനക്ഷമമല്ല. ഒന്നിലും ഒരു ദൃശ്യവും പെടുത്തിട്ടില്ല. 2 വർഷം മുമ്പ് സമാനമായ രീതിയിൽ തന്നെ എൻ്റെ കൃഷിസ്ഥലത്ത് ഇതേമാതിരി സംഭവം ആവർത്തിക്കേണ്ടായി. അതിനുശേഷം അതിനോടനുബന്ധിച്ച് മുതിരി പാലത്തിൻ്റെ ആ ഭാഗത്ത് ആ കൈത്തോട്ടിൽ ഇതേ രീതിയിൽ ശുചിമാലിന്യം തട്ടുകയും അത് മുതിരി വലിയ തോട്ടിലേക്കും സമീപ പ്രദേശങ്ങളിലെ വീടുകളുടെ കിണറുകളിലേക്കൊക്കെ ഇത് ഒലിച്ചിറങ്ങുകയും ചെയ്തിട്ടുള്ള ഒരു വലിയ സംഭവം കൂടി ഇതിനോടുകൂടി ഉണ്ടായി. അപ്പോൾ ഇത് കാണിക്കുന്നത് നമ്മുടെ ഹരിത ശുചിത്വ കേരളം, നവകേരളം ഏത് രൂപത്തിൽ ഇവിടെ പ്രാവർത്തികമാകുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷ തെളിവാണ് ഈ കാണുന്നത്. എവിടെ എൻ്റെ സ്ഥലത്ത് മാത്രമല്ല, തുടർന്ന് ഞാൻ താമസിക്കുന്നത് 12 ഡിവിഷനാണ്. 6, 13 ഡിവിഷനുകളിൽ കൂടി ഇതിൻ്റെ കുറേ അധികം ശുചിമാലിന്യം തട്ടിയതായിട്ടുണ്ട്. തിങ്കളാഴ്ച പോലീസിൽ പരാതി നൽകിയിട്ടും വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിയോടെയാണ് രാമചന്ദ്രന്റെ പരാതിയിൽ പോലീസ് FIR ഇട്ടത്. ശുചിമുറി മാലിന്യം തള്ളിയവരെയും അത് തള്ളാൻ കരാർ കൊടുത്ത സ്ഥാപന ഉടമകളെയും സംരക്ഷിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതായും ഇവർ പറഞ്ഞു. ഈ ബിൽഡിങ്ങിന്റെ മാനേജർ കൊടുത്തതാണ്. ഇതും സെയിം സാധനമാണ്. എന്നിട്ട് പോലെ ഈ നമ്പറുകൾ വരെ പോലീസ് ട്രേസ് എടുത്ത് പ്രതികളെ പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇതിലെന്തോ ഒരു ദുരൂഹത മറഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ള ഇതാണ് ഞങ്ങൾക്ക് ഇതിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഭാഗമായിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ പ്രതികളെ കണ്ടെത്തണമെന്നും, ഇല്ലെങ്കിൽ ശക്തമായ ഒരു പ്രതിഷേധം നഗരസഭയിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും ഒരു മാർച്ച് നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ബാക്കി ഭാഗങ്ങൾ അതുപോലെ ഈ മാലിന്യം തള്ളിയ കരിമ്പുഴ ഫോറസ്റ്റിലാണ് തള്ളിയിട്ടുള്ളത്. ഈ തോട് കടന്നു പോകുന്നത് ജല അതോറിറ്റി ഉണ്ട് കരിമ്പുഴ പുഴയിൽ, അതിലേക്ക് കിണറിലേക്കും അതുപോലെ അവിടെ നിന്ന് പോകുന്ന വെള്ളം ചാലിയാറിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് പല സ്ഥാപനങ്ങളിലേക്കാണ് ഈ ജല അതോറിറ്റിന്റെ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലുള്ള സംവിധാനം ഉണ്ടായിട്ട് ഈ നിഷ്ക്രിയത്വം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഉദ്യോഗ തലത്തിൽ നിന്ന് പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നമുക്കിതിൽ പറയാനുള്ളത്. നിലമ്പൂർ നഗരസഭ മാലിന്യം തള്ളിയവരെ പിടികൂടാൻ ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമായിരുന്നു. തങ്ങൾ പരാതി തിങ്കളാഴ്ച ആരോഗ്യ വകുപ്പിനെ അറിയിച്ചിട്ടും ഇന്നലെയാണ് CCTV പ്രവർത്തന സജ്ജമാക്കിയത്. ഇതുവരെ തള്ളിയ ശുചിമുറി മാലിന്യങ്ങൾ നീക്കിയിട്ടുമില്ല. ശുചിമുറി മാലിന്യങ്ങൾ കരാർ പ്രകാരം ശേഖരിക്കുന്ന കമ്പനിയാണ് ജലസ്രോതസ്സിലും കൃഷിയിടത്തിലും ശുചിമുറി മാലിന്യങ്ങൾ രാത്രിയുടെ മറവിൽ തള്ളിയത്. ഒരു ലോഡിന് 9,000 രൂപ പ്രകാരമാണ് മാലിന്യം നീക്കാൻ കരാർ നൽകിയതെന്ന് സ്ഥാപന ഉടമകൾ സമ്മതിച്ചിട്ടുണ്ടെന്നും ഇവർ പറയുന്നു. പോലീസും നഗരസഭയും കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടുമായി മുന്നോട്ടു പോയാൽ പോലീസ് സ്റ്റേഷനിലേക്കും നഗരസഭയിലേക്കും ബഹുജന മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ സംഭവം ഉണ്ടായതുകൊണ്ട് ആണ് ജനങ്ങൾ മനസ്സിലായത് ഈ ക്യാമറ ഒന്നും വർക്കിംഗ് അല്ല എന്നുള്ളത്. മുനിസിപ്പാലിറ്റിക്ക് ഇത് അറിയായിരിക്കാം. ഞങ്ങൾക്ക് സംബന്ധിച്ച് ഇത് ചെന്നപ്പോൾ ഇതൊക്കെ പരിശോധിച്ചപ്പോൾ ക്യാമറ ഒന്നും ഒക്കെ ഫാൾട്ടാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്ത് കാര്യം ജനങ്ങൾക്കുള്ളത്? ഇത്രയും 1 കോടി രൂപയോളം മുനിസിപ്പാലിറ്റിന്റെ ഫണ്ട് ഇതിനു വേണ്ടി ചെലവാക്കി. ഇതിനെന്തിനും കാര്യങ്ങളുണ്ടോ?
അപ്പം ഇതിനെതിരെ ആരോഗ്യ വകുപ്പ് ഇപ്പോൾ അവിടെ കൊടുത്ത് കാണിച്ചിരിക്കുന്നത് ഈ കുയിൽ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ ഇന്നലെ കൊടുത്തിട്ടുണ്ട്. ബ്ലീച്ചിങ് പൗഡർ കൊടുത്ത കാര്യം കുറച്ച് ബ്ലീച്ചിങ് പൗഡർ കൊടുത്ത് 800 കൊടുത്തുകൊണ്ട് ഈ മാലിന്യത്തിന്റെ മുന്നിൽ കൂടെ വെതറിയിട്ട് പോയിട്ടുണ്ട്. അത് പോരാ, ഇത് ശരിക്ക് JCB കൊടുന്നുകാണ്ട് കോരി എടുത്തിട്ട് ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയിക്കാണ്ട് നിക്ഷേപിക്കണം. അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ഈ പഞ്ചായത്തിനെ, ഈ മുനിസിപ്പാലിറ്റിനും അമരമല പഞ്ചായത്തിനും പൊതുജന ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇത് ശരിക്ക് കണ്ടില്ല നടിക്കുകയാണ്. ഇതിൽ ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റിന്റെ മുമ്പിൽ ഞങ്ങൾ സമരം ചെയ്യേണ്ടി വരും. വാർഡ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന നിലക്കാണ് ഞാൻ ഇത് പറയുന്നത്. ഞങ്ങൾ ശക്തമായിട്ട് സമര പരിപാടിയും കൊണ്ട് മുന്നോട്ട് പോകും. ഇതുപോലെ തന്നെ ഇതിൽ ഒരു കോൺഗ്രസ് കമ്മിറ്റി മാത്രമല്ല, മറ്റെല്ലാം വിവിധ കക്ഷികളും ഇത് രാഷ്ട്രീയം ഇല്ലാത്തവരും എല്ലാവർക്കും ആരോഗ്യമാണ് വലുത്. ഇവരെല്ലാവർക്കും ആരോഗ്യമാണല്ലോ. ഇത് ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ഇതിന് നടപടി എടുത്തിട്ടില്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമര പരിപാടി കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ രാമചന്ദ്രൻ മുദീരി, ഷാജഹാൻ പാത്തിപ്പാറ, ഹുസൈൻ കരിമ്പുഴ, മുഹമ്മദ് കാപ്പാട്, സാദിഖ് കരിമ്പുഴ എന്നിവർ പങ്കെടുത്തു. എ+ വിഷൻ, നിലമ്പൂർ. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്. ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ വേറിട്ട അനുഭവം. ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ്. ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്, ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ്, ഓപ്പൺ ബോഡി സ്ലൈഡ്, ക്ലോസ്ഡ് ബോഡി സ്ലൈഡ്, 16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.